എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് ഓഫ് എക്സൈറ്റേഷൻ ഓൺ സിങ്ക്രണസ് മോട്ടോർ അറ്റ് കോൺസ്റ്റന്റ് ലോഡ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ലോഡ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. നമ്മുടെ ലോഡിൽ ഒരു വേരിയേഷനും വരുത്താതെ എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്താൽ നമ്മുടെ സിങ്ക്രണസ് മോട്ടറിന് എന്താണ് സംഭവിക്കുക, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആണ് അതിൽ വ്യത്യാസം വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേരിയസ് എക്സൈറ്റേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്മുടെ മോട്ടറിലേക്ക് നമ്മൾ ലോഡ് വേരിയേഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മോട്ടറിലേക്ക് കൊടുക്കുന്ന ഫീൽഡ് കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. അപ്പോൾ എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലോഡ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സാധാരണ മോട്ടോറുകൾ സംഭവിക്കുന്ന പോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യും, ലോഡ് കറണ്ടും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, പവർ ഫാക്ടർ എന്ത് ചെയ്യുക അവിടെ ഉണ്ടാവുക. അപ്പോൾ പവർ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോഡിനെയാണ്. അതുപോലെ ലോഡ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ലൈൻ കറണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ലോഡിനെ ആയിരിക്കും. അത് കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ ആണെങ്കിലാണ് ഈ പറയുന്ന കണ്ടീഷൻ. ഇനി നമുക്ക് നമ്മുടെ ലോഡ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാം. നമ്മുടെ സിങ്ക്രണസ് മോട്ടറിന്റെ ലോഡ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ എക്സൈറ്റേഷൻ വേരി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മോട്ടറിന്റെ കറണ്ടും അതുപോലെ പവർ ഫാക്ടറും വേരിയേഷൻ സംഭവിക്കും. അപ്പോൾ എക്സൈറ്റേഷൻ ചെയ്താലും നമ്മുടെ സിങ്ക്രണസ് മോട്ടറിന്റെ ലോഡ് കറണ്ടും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ആർമേച്ചർ കറണ്ട് ഐ എ എന്ന് പറയുന്ന കറണ്ടും അതുപോലെ പവർ ഫാക്ടറും എന്ത് ചെയ്യും, വേരിയേഷൻ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എക്സൈറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് എക്സൈറ്റേഷൻ ഉപയോഗിച്ച് എക്സൈറ്റേഷൻ വേരിയേഷൻ ചെയ്ത് നമുക്ക് ലീഡിങ്ങിലോ ലാഗിങ്ങിലോ യൂണിറ്റിയിലോ ക്രിട്ടിക്കലിലോ ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മോട്ടറിനെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്താൽ വരുന്ന മാറ്റം. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ എക്സൈറ്റേഷൻ വേരിയേഷൻ ചെയ്യുമ്പോൾ വരുന്ന വെക്റ്റർ ഡയഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ എക്സൈറ്റേഷൻ മെയിൻ ആയിട്ട് ഈ പറയുന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് അണ്ടർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വോൾട്ടേജിനെക്കാളും കുറവായിരിക്കും ഇ ബി. അപ്പൊ ഇ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം ബാക്ക് ഇ എം എഫ്. അപ്പൊ എന്താണ് ഇ ബി? നമ്മളൊരു വോൾട്ടേജ് നമ്മുടെ സിങ്ക്രണസ് മോട്ടറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ റോട്ടർ റൊട്ടേഷൻ ചെയ്യുന്നു. ആ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സിനെ എന്ത് ചെയ്യുന്നു, ഈ റോട്ടറിൽ ഉണ്ടാവുന്ന ഫ്ലക്സിനെ നമ്മളുടെ ആർമേച്ചർ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അത് കാരണം അതിലൊരു ഇ എം എഫ് ഉണ്ടാവുന്നു. ഈ ഇ എം എഫ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇ ബിയുടെ വാല്യൂ എന്നത് വോൾട്ടേജിനെക്കാളും കുറവ് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അണ്ടർ എക്സൈറ്റേഷൻ. ഇത് ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. അതിന് കാരണം വോൾട്ടേജിനെക്കാളും കുറവായിരിക്കും ഇ ബി. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലാഗിങ് ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓവർ എക്സൈറ്റേഷൻ. അപ്പോൾ ഓവർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കും ഇ ബി. അപ്പോൾ ഇ ബിയുടെ വാല്യൂ എന്നത് വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കും. ഇത് ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഇനി അടുത്തത് ക്രിട്ടിക്കൽ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് യൂണിറ്റി പവർ ഫാക്ടറിനെയാണ്. അപ്പോൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ആംഗിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റി പവർ ഫാക്ടർ. ഇനി അടുത്തത് നോർമൽ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജും നമ്മുടെ ബാക്ക് ഇ എം എഫും ഈക്വൽ ആയ കണ്ടീഷനിൽ നമ്മൾ പറയുന്ന പേരാണ് നോർമൽ എക്സൈറ്റേഷൻ. ഈ കണ്ടീഷനിൽ നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലാഗിങ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ടൈപ്സ് ആണ് നമ്മളുടെ എക്സൈറ്റേഷൻ ഉള്ളത്. ഒന്നാമത്തെ അണ്ടർ എക്സൈറ്റേഷൻ, രണ്ടാമത്തെ ഓവർ എക്സൈറ്റേഷൻ, മൂന്നാമത്തെ ക്രിട്ടിക്കൽ എക്സൈറ്റേഷൻ, നാലാമത്തെ നോർമൽ എക്സൈറ്റേഷൻ. അപ്പോൾ ഇത്രയും ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നോക്കാം, നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വെക്റ്റർ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ വെക്റ്റർ ഡയഗ്രാംസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്
ഇ ബി ഈക്വൽ ടു വി ആണ്. അപ്പൊ ഇ ബി ഈക്വൽ ടു വി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ എക്സൈറ്റേഷൻ ആണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ എക്സൈറ്റേഷൻ ആണ്. അപ്പൊ ക്രിട്ടിക്കൽ എക്സൈറ്റേഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ആദ്യം ഒരു വോൾട്ടേജിന് എന്ത് ചെയ്യാം, റെഫറൻസ് ആയിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മുടെ മോട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ മോട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, വി എന്ന് പറയുന്ന വോൾട്ടേജ് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. അപ്പൊ വി അപ്ലൈ ചെയ്തു. ആ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, മോട്ടർ എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ റണ്ണിങ് കണ്ടീഷനിലാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ഒരു ബാക്ക് EMF ഇ ബി എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇ ബി. അപ്പൊ ഈ കാണുന്നതാണ് ഇ ബി. ഇനി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജും ഇ ബിയും ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഈക്വൽ ആണ്. ആക്ച്വലി ഈ ഒരു ലൈനിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ ആയിരിക്കും ചെയ്യാം. നമുക്കറിയാം ഇത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി ആംഗിൾ വ്യത്യാസം വരും. ഈ ഒരു ആംഗിളിനെ നമ്മൾ ആൽഫ ആംഗിൾ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ കാണുന്ന ആംഗിളിൽ എന്ത് ചെയ്യുന്നു, വേരിയേഷൻസ് വരുന്നു. ഓക്കെ, അപ്പൊ ഇ ബി നമുക്ക് ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, ഇ ബി നമ്മൾ ഇവിടെ വരച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഇ ബി എന്താ ചെയ്യുക, വോൾട്ടേജിനെ എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു അല്ലേ. അപ്പൊ ഈ കാണുന്ന ഇ ബി നമ്മുടെ വോൾട്ടേജിനെ എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു. നമുക്കറിയാം ഇത് രണ്ടും കൂടി ഒപ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു റിസൾട്ടന്റ് ഫ്ലക്സ് കിട്ടും. അപ്പൊ ആ റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും വെക്റ്റർ സം ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഈ കാണുന്നതാണ് നമ്മളുടെ എന്ത്, ഇ ആർ. ഇ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിന്റെയും അതുപോലെ ബാക്ക് EMFന്റെയും വെക്റ്റർ സം ആണ്. അപ്പൊ ഇ ആർ എന്ന് പറയുന്ന നമുക്ക് എന്ത് ചെയ്തു, ഒരു റിസൾട്ടന്റ് EMF എന്ത് ചെയ്തു, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ബാക്കി ഇത് രണ്ടും ഒപ്പോസ് ചെയ്തതിന് ഈ കാണുന്ന ഇ ബിയും ഈ വോൾട്ടേജും ഒപ്പോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു റിസൾട്ടന്റ് വോൾട്ടേജ് കിട്ടി. ഈ വോൾട്ടേജ് കാരണമായിരിക്കും നമ്മുടെ മോട്ടറിലൂടെ എന്ത് ചെയ്യുക, കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ആ കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു ലൈൻ. അപ്പോൾ ഈ ഒരു കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്ന, ടോട്ടൽ കറണ്ട് ഐ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മുടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മൾ വോൾട്ടേജ്, ഇതാണ് കറണ്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ള ആംഗിളിനെ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പവർ ഫാക്ടർ. അപ്പൊ കൊസൈൻ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് പവർ ഫാക്ടർ. അപ്പൊ ഈ ഒരു ആംഗിളിനെ നമ്മൾ എന്ത് പറയും, കൊസൈൻ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് പവർ ഫാക്ടർ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിളിനെ ഫൈ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇ ആറും അതുപോലെ ഐയും, ഈ രണ്ടും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ തീറ്റ ആംഗിൾ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ തീറ്റ ആംഗിൾ. അപ്പൊ ഈ ഒരു തീറ്റ ആംഗിൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഡയഗ്രാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ബി ഈക്വൽ ടു വി എന്ന് പറയുന്ന എക്സൈറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വെക്റ്റർ ഡയഗ്രാം ആണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത എക്സൈറ്റേഷനിലേക്ക് പോവാം. അടുത്ത എക്സൈറ്റേഷൻ എന്ന് പറയുന്ന അണ്ടർ എക്സൈറ്റേഷൻ ആണ്. അപ്പൊ അണ്ടർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വോൾട്ടേജിനെക്കാളും കുറവായിരിക്കും ഇ ബി. അപ്പൊ നമുക്ക് നോക്കാം അണ്ടർ എക്സൈറ്റേഷൻ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് ഈ കാണുന്ന പോലെ ഒരു വോൾട്ടേജ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ വോൾട്ടേജ്. അപ്പൊ ഈ ഒരു വോൾട്ടേജ് കാരണം നമ്മുടെ മോട്ടർ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. നമുക്കറിയാം നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സൈറ്റേഷൻ വളരെ കുറവാണ്. അപ്പൊ എക്സൈറ്റേഷൻ കുറവായതുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇ ബി എന്ത് ചെയ്യും, വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ജനറേഷൻ ചെയ്യുന്ന ഇ ബി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലക്സിനെയാണ്. കാരണം ഫ്ലക്സിനെയും സ്പീഡിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫ്ലക്സിനെ ആയിരിക്കും എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സൈറ്റേഷൻ കുറവായതുകൊണ്ട് ഇ ബിയുടെ വാല്യൂ നോക്കി അറിയാം, കുറവായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അതേപോലെ തന്നെ നമുക്കറിയാം വോൾട്ടേജിന്റെയും ഇ ബിയുടെയും വെക്റ്റർ സം ആയിരിക്കും ഇ ആർ. അപ്പൊ ഇ ആറിന്റെ ആംഗിൾ നേരത്തെ ആംഗിളിനെക്കാളും കുറച്ചുകൂടി എന്ത് ചെയ്തു, ക്ലോക്ക് വൈസിൽ മൂവ്മെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ നോക്കിയ ഈ ഒരു ആംഗിളിൽ നിന്ന് എന്ത് ചെയ്തു, നേരത്തെ ഈ ഒരു പൊസിഷൻ ആയിരുന്നു, ഇവിടുന്ന് നേരെ എന്ത് ചെയ്തു, ക്ലോക്ക് വൈസ് കുറച്ചുകൂടി മുകളിലേക്ക് എന്ത് ചെയ്തു, മൂവ്മെന്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാം, നമുക്ക്
മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ടന്റ് വോൾട്ടേജ് കിട്ടി അല്ലേ? അപ്പൊ ഈ റിസൾട്ടന്റ് വോൾട്ടേജ് കാരണം എന്ത് ചെയ്യും? നമ്മുടെ റിസൾട്ടന്റ് വോൾട്ടേജ് കാരണം ഒരു കറണ്ട് ഒഴുകും. ആ കറണ്ടിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഐ എന്ന് പറയുന്ന കറണ്ട്. അപ്പൊ നേരത്തെ ഇരുന്ന ആംഗിളിനെക്കാളും കുറച്ചുകൂടി എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഇതൊരു ഷിഫ്റ്റിംഗ് ആണ്. റിസൾട്ടന്റ് വോൾട്ടേജും കറണ്ടും ഷിഫ്റ്റ് ചെയ്യാണ്. ഓരോ പൊസിഷനിൽ എന്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അതേ ആംഗിളിൽ തന്നെ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കി അറിയാം. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നോക്കാം. അപ്പോൾ കോസ് വൈ പവർ ഫാക്ടറിന്റെ ആംഗിൾ നോക്കുക. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ നോക്കുന്ന സമയത്ത് ഫൈയുടെ വാല്യൂ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? ഫൈയുടെ വാല്യൂ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. എന്ന് വെച്ചാൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ഇൻക്രീസ് ചെയ്തു. അതിന് അർത്ഥം എന്താണ്? നമ്മുടെ പവർ ഫാക്ടർ എന്ത് ചെയ്യണം? കുറഞ്ഞു വരികയാണ്. അപ്പൊ ലാഗിങ് കണ്ടീഷനിലാണ് ഇതിൽ സംഭവിക്കുക. അപ്പൊ നമ്മുടെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് അണ്ടർ ആവുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ത് ചെയ്തു? ഇത് വോൾട്ടേജിന് കറണ്ട് ലാഗ് ആണ്. ആ ആംഗിൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ലാഗിങ് കൂടി വരികയാണ്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം കൂടുതലാണ്. എന്ന് വെച്ചാൽ പവർ ഫാക്ടർ എന്ത് ചെയ്യാണ്? ലാഗ് ചെയ്യാണ് ഈ ഒരു കണ്ടീഷനിൽ. അപ്പൊ രണ്ടാമത്തെ ഡയഗ്രാം എന്ന് പറയുന്നത് അണ്ടർ എക്സൈറ്റേഷൻ ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം ഓവർ എക്സൈറ്റേഷൻ. അപ്പൊ ഓവർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജിനെക്കാളും കൂടുതലാണ് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ഇഎംഎഫ്. അപ്പൊ ഇതാണ് നമ്മൾ വോൾട്ടേജ്. ഓക്കെ, നമ്മൾ വോൾട്ടേജ് വരച്ചു. ഇനി വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കും ഇ ബി. അപ്പൊ നോക്കിയേ, വോൾട്ടേജിന്റെ ലൈനിനേക്കാളും കൂടുതലാണ് നമുക്ക് എന്ത് ചെയ്ത് ഇ ബി വരുന്നത്. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജിന്റെയും ഇ ബിയുടെയും റിസൾട്ടന്റ് രണ്ട് തമ്മിലുള്ള വെക്ടർ സം ആയിരിക്കും എന്ത്? ഇ ആർ. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഇ ആർ. അപ്പൊ ഇ ആർ എന്ത് ചെയ്യും? ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവാം. അപ്പൊ നേരത്തെ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു? നേരത്തെ സ്ഥലത്ത് നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും എന്ത് ചെയ്യുക? ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക നോക്കാം. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു കറണ്ട് കാരണം എന്ത് ചെയ്യും? സോറി, ഈ ഒരു വോൾട്ടേജ് കാരണം ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ്? ഐ എന്ന് പറയുന്ന കറണ്ട്. അപ്പൊ നോക്കിയേ, നമ്മുടെ ഐ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഐ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക അല്ലെ? കാരണം തീറ്റ ആംഗിൾ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എല്ലാ സൈഡിലും തീറ്റ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇ ആർ ആണ് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് ഐയും ഫ്ലോ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും വോൾട്ടേജിനെ ഈ ഒരു കറണ്ട് എന്താ ചെയ്യുന്നത്? ലീഡാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിച്ചേ? ഓവർ എക്സൈറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോൾട്ടേജ് എന്ത് ചെയ്തു? കറണ്ടിനെ ലീഡിങ് ചെയ്തു. ഇനി നമ്മൾ എക്സൈറ്റേഷൻ കൂടുന്തോറും ഈ ലീഡിങ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസിങ് ആയിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അണ്ടർ എക്സൈറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ലാഗിങ് ആവുന്നു. ഓവർ എക്സൈറ്റേഷൻ സമയത്ത് എന്ത് ചെയ്തു? വോൾട്ടേജിന് കറണ്ട് ലീഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ഓവർ എക്സൈറ്റേഷൻ. അപ്പോൾ ഓവർ എക്സൈറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഫാക്ടർ ലീഡിങ്ങിലേക്ക് കൺവേർഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റി പവർ ഫാക്ടർ ആണ്. അപ്പൊ യൂണിറ്റി പവർ ഫാക്ടറിൽ നമുക്ക് ആദ്യം വോൾട്ടേജിന് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു വോൾട്ടേജ് വരച്ചു. ഇനി ഈ ഒരു കണ്ടീഷനിലും വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും നമ്മളുടെ ഇ ബി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ വോൾട്ടേജും കറണ്ടും വരുന്നത് ഇൻഫേസ് ആണ്. ഈക്വൽ അല്ല, ഇൻഫേസ് ആണ്. അപ്പൊ ഒരേ ലൈനിൽ എന്ത് ചെയ്യുക? വോൾട്ടേജും കറണ്ടും വരുന്നത് എന്ന് വെച്ചാൽ സീറോ ആംഗിൾ. സീറോ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലൈനിലായിരിക്കും എന്ത് ചെയ്യുക? വരിക. അപ്പൊ ഒരേ ലൈനിൽ വരുന്നതുകൊണ്ട് നമ്മുടെ ഇ ബി എന്ത് ചെയ്യും? ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഒരേ ആംഗിൾ ആയിരിക്കും. അത് കാരണം തീറ്റയും ഫൈയും എല്ലാം എന്തായിരിക്കും? ഒരേ ആംഗിളിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റി പവർ ഫാക്ടർ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമ്മുടെ എക്സൈറ്റേഷൻ മൂന്നായിട്ട് തിരിക്കും. ഒന്ന് ഇ ബി ഈക്വൽ ടു വി. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ എക്സൈറ്റേഷൻ. ക്രിട്ടിക്കൽ എക്സൈറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ലാഗിങ് തന്നെയാണ്. നമ്മൾ നേരത്തെ ആ ടാബ്ലർ കോളത്തിൽ നോക്കിയപ്പോൾ ലാഗിങ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി അറിയാം, വെക്ടർ ഡയഗ്രാം നോക്കിയാലും അറിയാം വോൾട്ടേജിന് കറണ്ട് എന്താ ചെയ്യുന്നത്? ലാഗിങ് ആണ്. പക്ഷെ ചെറിയ ആംഗിൾ ഡിഫറൻസിലായിരിക്കും എന്ത് ചെയ്യുക? ലാഗ് ചെയ്യുക.
ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫൈ എ. അതുപോലെ റിസൾട്ടന്റ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്തത് അണ്ടർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനെക്കാളും കുറവായിരിക്കും ഇ ബി. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള റിസൾട്ടന്റ് വോൾട്ടേജ് ആണ് ഇ ആർ. അപ്പൊ ഇ ആർ കാരണം നമുക്ക് ഐ എന്ന് പറയുന്ന കറണ്ട് ഒഴുകി. അപ്പൊ നമ്മൾ ആംഗിൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വോൾട്ടേജിനും കറണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും, ലാഗിങ് ആയിരിക്കും. ഇനി അടുത്തതിൽ നമ്മൾ ഇ ബിയെക്കാളും വോൾട്ടേജിനെക്കാളും കൂടുതലാണ് ഇ ബി അല്ലെ. അപ്പൊ ഈ രീതിയിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയറിയാം റിസൾട്ടന്റ് വോൾട്ടേജ് ഉണ്ടാവും. റിസൾട്ടന്റ് വോൾട്ടേജ് ആന്റി ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ കറണ്ട് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വോൾട്ടേജിന് കറണ്ട് എന്താ ചെയ്യുന്നത്, ലീഡിങ് ആണ് ചെയ്യുന്നത്. ആംഗിൾ എന്ന് പറയുന്നത് ഫൈ. അപ്പൊ ഫൈ ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലീഡിങ് ഉണ്ട്. അപ്പൊ ഓവർ എക്സൈറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പവർ ഫാക്ടർ എന്താവും, ലീഡിങ് ആയിട്ട് മാറും. ഇനി നമ്മൾ യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ നമ്മുടെ വോൾട്ടേജും കറണ്ടും വരുന്നത് ഇൻ ഫേസ് ആയിരിക്കും, ഒരേ ലൈനിലായിരിക്കും എന്ത് ചെയ്യുക, വരുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റി പവർ ഫാക്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിങ്ക്രണസ് മോട്ടറിന്റെ എക്സൈറ്റേഷൻ വേരിയേഷൻ ചെയ്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം, ലോഡ് വേരിയേഷൻ ചെയ്യുമ്പോഴാണ് ലോഡ് കറണ്ട് പവർ ഫാക്ടർ ഒക്കെ വേരിയേഷൻ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മോട്ടറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എക്സൈറ്റേഷൻസ് വേരിയേഷൻ ചെയ്താൽ തന്നെ നമ്മുടെ എന്ത് ചെയ്യും, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ, പവർ ഫാക്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ലീഡിങ് ആവട്ടെ, യൂണിറ്റി ആവട്ടെ, ക്രിട്ടിക്കൽ ആവട്ടെ, ഏത് പവർ ഫാക്ടറിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സൈറ്റേഷൻ ആണെന്ന കാര്യം കൂടി എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സിങ്ക്രണസ് മോട്ടറിന്റെ വേരിയസ് ടൈപ്സ് ഓഫ് എക്സൈറ്റേഷനും, അപ്പോൾ എക്സൈറ്റേഷൻ മാറ്റിക്കഴിഞ്ഞാൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. താങ്ക് യു.